أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചത് പ്രകാരം ജീവിതത്തിലുടനീളം തഖ്വ ഉള്ളവരായിരിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ മാസത്തെ പ്രതീക്ഷിക്കുകയാണ് നമ്മളെല്ലാവരും. അള്ളാഹുവിൻ്റെ കലാമായിട്ടുള്ള ഖുർആൻ ഇറങ്ങിയതാണ് റമദാൻ മാസത്തിൻ്റെ സവിശേഷത. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ-ഫുർഖാൻ. റമദാൻ മാസം ജനങ്ങൾക്ക് സന്മാർഗമായിക്കൊണ്ട് സത്യവും അസത്യവും വേർതിരിച്ചറിയുന്ന ഖുർആനായിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടു. നമ്മുടെ അകം ശുദ്ധീകരിക്കുവാൻ, നമ്മളെ ശുദ്ധീകരിക്കുവാൻ ഉള്ള ഒരു സുവർണാവസരമാണ് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. ഈ റമദാനിൽ 5 പാഠങ്ങൾ, അതിലൊന്ന് അസ്സൗം എന്നത് തന്നെയാണ്. സൗം എന്ന് പറഞ്ഞാൽ ഇംസാഖ് എന്നാണ് അറബിയിൽ അതിനർത്ഥം. എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക, പിടിച്ചു വെക്കുക എന്നൊക്കെയാണ്. നമ്മുടെ ഇച്ഛകളെ, ഇഷ്ടങ്ങളെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ ഇച്ഛയ്ക്ക് വേണ്ടി നിയന്ത്രിക്കുക. പകൽ നേരങ്ങളിൽ ഭക്ഷണവും വെള്ളവും ലൈംഗികതയും ഒഴിവാക്കുക. അതൊന്നും നമുക്ക് ലഭ്യമല്ലാത്തത് കൊണ്ടല്ല, ആവശ്യമില്ലാത്തത് കൊണ്ടുമല്ല. നമ്മുടെ എല്ലാം സൃഷ്ടാവും നിയന്താവും സംരക്ഷകനും ഉടമസ്ഥനുമായ റബ്ബുൽ ആലമീൻ അള്ളാഹുവിന് പകൽ നേരത്ത് നമ്മളതൊക്കെ ഒഴിവാക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ നമ്മുടെ എല്ലാ ഇച്ഛകളെയും ഇഷ്ടങ്ങളെയും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നാം മാറ്റിവെക്കും. ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുക. റമദാനിലെ 2ാമത്തെ പാഠം തിലാവത്തുൽ ഖുർആനാണ്. ഖുർആനിൻ്റെ പഠനം, പാരായണം, അതിൻ്റെ പിന്നാലെ കൂടൽ. തലായത്തുലു എന്ന് പറഞ്ഞാൽ പിന്നാലെ കൂടുക എന്നാണ്. കണ്ണുകൊണ്ട്, നാവുകൊണ്ട്, കാതുകൊണ്ട്, മനസ്സുകൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ അഖിലവും കൊണ്ട് ഖുർആനിൻ്റെ പിന്നാലെ കൂടുക എന്നതാണ്. അന്ധകാരം നിറഞ്ഞ ഒരു ലോകത്ത് മനസ്സമാധാനത്തിന് വേണ്ടി ആളുകൾ പരക്കം വാങ്ങിക്കൊണ്ടിരിക്കുന്ന കാലത്ത് എല്ലാ അർത്ഥത്തിലും വെളിച്ചം നൽകുന്ന ഖുർആൻ എന്ന് പറയുന്നത് ഖൈറും മിൻ അൽഫി ശഹർ, അത് 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠകരമാണ്. ഇരുട്ട് നിറഞ്ഞ 1000 മാസത്തേക്കാൾ നന്ന് വെളിച്ചമാകുന്ന ഖുർആൻ ഇറങ്ങിയ ഒരൊറ്റ രാത്രി എന്നാണ്. അപ്പോൾ ഖുർആനിനെ പഠിക്കുക, അത് പാരായണം ചെയ്യുക, അതിൻ്റെ പിന്നാലെ കൂടുക, അതിൽ മനുഷ്യർക്ക് വിജയമുണ്ട്, അതിൽ മനസ്സിന് ശാന്തിയുണ്ട്, സമാധാനമുണ്ട്, അതിൽ ഇരുലോകത്തും വിജയിക്കാൻ ആവശ്യമായ എല്ലാമുണ്ട്. പക്ഷെ നമ്മൾ അതിനെ സമീപിക്കേണ്ട മുറപ്രകാരം സമീപിക്കണം എന്ന് മാത്രം. റമദാനിലെ 3ാമത്തെ പാഠം ഇൻഫാഖ് ഫീ സബീലില്ലാഹ് എന്നതാണ്. ചെലവഴിക്കുക. എന്താണ് ചെലവഴിക്കേണ്ടത്? നമുക്ക് നമ്മുടെ നാഥൻ നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക. നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ, ആരോഗ്യമാകാം,
അറിവാകാം, നമ്മുടെ കയ്യിൽ സമ്പത്താകാം, നമ്മുടെ കയ്യിൽ എന്തെല്ലാം കഴിവുകൾ ഉണ്ടോ അത് നമ്മുടെ രക്ഷിതാവ് അല്ലാഹു നൽകിയിട്ടുള്ളതാണ് എന്ന തിരിച്ചറിവ് തന്നെ പ്രധാനമാണ്. അങ്ങനെ ഇതെല്ലാം എൻ്റെ നാഥൻ നൽകിയതാണ് എന്ന തിരിച്ചറിവ് അത് നമ്മളെ സന്മാർഗത്തിലേക്ക് നയിക്കും, നമ്മളെ വിനയാന്വിതരാക്കി മാറ്റും, നമ്മുടെ വഴി പരിശുദ്ധമാക്കി തീർക്കും. അങ്ങനെ നാഥൻ നൽകിയതിൽ നിന്ന് ചെലവഴിച്ചു കൊണ്ടേയിരിക്കുക. അല്പം ടൈറ്റുള്ളപ്പോഴും നല്ല ക്ഷേമമുള്ള സന്ദർഭത്തിലും ചെലവഴിക്കണം. ക്ഷാമകാലത്തും ചെലവഴിക്കണം, ക്ഷേമകാലത്തും ചെലവഴിക്കണമെന്നാണ്. അങ്ങനെ നമുക്ക് നൽകപ്പെട്ടതെല്ലാം ചെലവഴിക്കുന്നത് നമുക്ക് നൽകിയവന്റെ ഇഷ്ടത്തിന് വേണ്ടി ആയിത്തീരുക. ഇതാണ് ഇൻഫാഖ് ഫീ സബീലില്ലാഹ്. അതിൽ സകാത്തുണ്ട്, സദഖയുണ്ട്, അതിൽ ഇഫ്താറുണ്ട്, ഒടുവിൽ ഫിത്ർ സകാത്ത് വരെ ഉണ്ട്. എല്ലാ ചെലവഴിക്കലും റമദാനിന്റെ ഇൻഫാഖ് എന്ന പാഠത്തിൽ പെട്ടതാണ്. മറ്റൊരു പാഠം തൗബയാണ്. റമദാനിന്റെ 4ാമത്തെ പാഠം തൗബയാണ്. സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന നേർരേഖയിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശൈത്വാൻ ആ നേർരേഖയിൽ നിന്ന് നമ്മെ പിടിച്ച് താഴെയിടും. ശൈത്വാൻ പലതരത്തിലുള്ള ശൈത്വാനീയത്വമായാണ് നമ്മുടെ അടുത്ത് വരിക. ചിലപ്പോൾ അത് ശിർക്കിന്റെ രൂപത്തിലാകും, വേറെ ചിലപ്പോൾ കുഫറായിട്ടാകും, ഇനിയും ചിലപ്പോൾ റിയാഹ് ലോകമാന്യം എന്ന നിലക്കാകും, നിഫാഖ് എന്ന നിലക്കാകും, കാപ്പട്ടി എന്ന നിലക്കാകും, വേറെ ചിലപ്പോൾ ലോട്ടറിയുടെ രൂപത്തിലാകും, പലിശയുടെ രൂപത്തിലാകും, താൻപോരിമയുടെ രൂപത്തിലാകും, കിബിറിന്റെ രൂപത്തിലാകും, അശ്ലീലതയുടെ രൂപത്തിലാകും, നഗ്നത കണ്ടാസ്വദിക്കുന്നതിൻ്റെ പ്രേരണ നൽകിക്കൊണ്ടാകും. ഇങ്ങനെ പല വിധേനയും ശൈത്താനിയത്ത് നമ്മളെ പിടികൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോകും. ഞാൻ അതിൽ നിന്ന് ഒരല്പമെങ്കിലും തെറ്റിപ്പോയിരിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനെയാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. അതൊരു കേവലമായ മന്ത്രമല്ല, പാപമോചനമാണ്. നമ്മൾ ജയിൽ മോചനം എന്നൊക്കെ കേട്ടിട്ടില്ല. ജയിൽ മോചനം എന്ന് പറഞ്ഞാൽ പിന്നെ ജയിലിൽ ഉണ്ടാകൂല, അവിടെ നിന്നും പുറത്തേക്ക് മോചിപ്പിക്കപ്പെടുന്നു. ഇതുപോലെ പാപമോചനം എന്ന് പറഞ്ഞാൽ പിന്നെ പാപത്തിന്റെ അല്പം പോലും ഇല്ലാത്ത വിധം അതിൽ നിന്ന് നമ്മൾ മോചിപ്പിക്കപ്പെടുക. പക്ഷെ മോചിപ്പിക്കപ്പെട്ടയിടത്ത് നിന്നാൽ മതിയോ? പോരാ, അവിടെ നിന്ന് തിരിച്ചു പോകണം. ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് തന്നെ തിരിച്ചു പോകണം. ആ തിരിച്ചു പോക്കിനാണ് തൗബ എന്ന് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിഷ്കപടമായി നിഷ്കളങ്കമായി പൂർണ്ണമായും നിങ്ങൾ പശ്ചാത്തപിക്കുക എന്ന് അല്ലാഹു പറയുന്നുണ്ട്. മറ്റൊന്നുള്ളത് ദുആയാണ്, പ്രാർത്ഥന. 5ാമത്തെ പാഠം പ്രാർത്ഥനയാണ്. നമുക്ക് റബ്ബ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ നാം ശ്രമിച്ചാൽ, കടലിലെ മുഴുവൻ വെള്ളവും മഷിയായി ഉപയോഗിച്ചാലും എല്ലാ മരങ്ങളെയും മഷി ആണിയായി എഴുത്താണിയായി ഉപയോഗിച്ചാലും എഴുതിത്തീരുകയില്ല എന്നാണല്ലോ. എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. പക്ഷേ എല്ലാ അനുഗ്രഹങ്ങൾക്കും ശേഷം വീണ്ടും റബ്ബ് നമ്മളോട് ചോദിച്ചോളാൻ പറഞ്ഞിരിക്കുന്നു. ചോദ്യങ്ങൾ ഏറിയാൽ പടപ്പുകൾക്ക് വെറുപ്പാണെങ്കിൽ ചോദ്യമേറിയ പടച്ചവന് ഇഷ്ടമാണ്. ചോദ്യമേറുമ്പോൾ പടപ്പുകൾക്ക് വെറുപ്പാണ്, ചോദ്യം കുറഞ്ഞാലാണ് പടച്ചവന് വെറുപ്പ്. അതുകൊണ്ട് ദുഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ തരാം, ഞാൻ മറുപടി തരാം, ഉത്തരം തരാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സന്തോഷ വാർത്ത നൽകുന്നുണ്ട്. അതുകൊണ്ട് വരാനിരിക്കുന്ന റമദാനിലെ 5 പാഠങ്ങൾ നമ്മെ നയിക്കണം. അതിലൊന്ന് സൗമാണ്, 2 തിലാവത്താണ്, തിലാവത്തുൽ ഖുർആൻ, 3ാമത്തത് ഇൻഫാഖ് ഫീ സബീലില്ലാഹ്, 4ാമത്തത് തൗബയാണ്, 5ാമത്തത് ദുആയാണ്.
ഈ 5 പാഠങ്ങളും നമ്മെ നയിച്ചാൽ ഇൻഷാ അല്ലാഹ് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗപ്രവേശം നമുക്ക് സാധ്യമാകും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകും.